ഒരു 3-6 റേഞ്ചിലൊക്കെ ഇത് വരുള്ളൂ അല്ലേ? അപ്പൊ ഒരു ബൈക്കിന്റെ EMI നമുക്ക് വണ്ടി ഉണ്ടാകാം. അത് നമുക്ക് 10 ഫുൾ ഓണും ചെയ്യാം, ചെറിയ ബഡ്ജറ്റിൽ ഇറക്കും ചെയ്യാം. നമ്മള് ഓഫർ പ്രൈസിലാണ് കൊടുക്കണത്. 5,75,000 കൊടുക്കാം. അതാണ് ഡീസൽ ക്രെറ്റയാണ്. ഡീസൽ ക്രെറ്റ ഫുൾ ഓൺ. അതും നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. 5,75,000. 5,75,000 അത് ഫുൾ ഓണിൽ കൊടുക്കാം. ഡീസൽ ഏറ്റവും ടോപ്പിലോട് ഒരു 20-30 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 2,85,000. 2,80,000 ചെറിയൊരു പ്രൈസിനും ഉണ്ടാവും. ചെറിയൊരു പ്രൈസ് ഏകദേശം 2,60 വരെ ഫിനാൻസിങ് 10 രൂപ വണ്ടി സുഖമായിട്ട്. ഫ്രണ്ട്സ്, അപ്പൊ അതാണ് നമ്മളെ ദോസ്തിന്റെ രണ്ടാമത്തെ ഒരു പാർട്ടി ഇടണോ വന്നിട്ടുള്ളത്. ഇതിലൊക്കെ അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസിന് 24 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ല കിഡ്ലൻ സെഡാന്, അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ബഡ്ജറ്റുള്ള അത്യാവശ്യം നല്ല ഓട്ടോമാറ്റിക് വാഹനങ്ങൾ. സോ ഒത്തിരി നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിഫ്റ്റ് ബലേനൊക്കെ നോക്കുന്നവർക്കൊക്കെ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റ് ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. ചെറിയ ചെറിയ പൈസക്കും ഫുൾ ഓണിലൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന നല്ല വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ ദോസ്തിൽ ഇന്ന് നമ്മളെ കൂടെ അഷ്റഫ് ഖാൻ. അഷ്റഫ് നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം പെരിന്തൽമണ്ണ റോഡിൽ അരിപ്ര സ്കൂൾ പടി. അപ്പോൾ അതാണ് ഈ കാണുന്നത് നമുക്ക് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ്. അവിടെ തന്നെ നമ്മളെ സ്കൂൾ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് 7 സീറ്ററുകളൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. അതിൽ അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ ബഡ്ജറ്റുള്ള 7 സീറ്റർ ഡീസലുകളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ ജനപ്രിയ മോഡലായ ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതും വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് ഡീസൽ വണ്ടി അല്ലേ വരുന്നത്? ഡീസൽ വണ്ടിയാണ്. KL56 കോഴിക്കോട് നമുക്ക് കൊയിലാണ്ടി രജിസ്ട്രേഷനിൽ നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന 1.6 ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡലാണ്. LCD സ്ക്രീൻ, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ. ഇതിന്റെ അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് റിയറിൽ AC വെന്റ് ഇടക്കൊക്കെ വരുന്ന ഒരു വാഹനമാണ്. അതും വൈറ്റ് ഫിനിഷിംഗ് അല്ലേ? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മള് ഓഫർ പ്രൈസിലാണ് കൊടുക്കണത്. 5,75,000 കൊടുക്കാം. അതാണ് ഡീസൽ ക്രെറ്റയാണ്. ഡീസൽ ക്രെറ്റ ഫുൾ ഓൺ. അതും നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. 5,75,000 അത് ഫുൾ ഓണിൽ കൊടുക്കാം. ഡീസൽ ഏറ്റവും ടോപ്പിലോട് കൊടുക്കാം. അത് വീണ്ടും നമുക്കൊരു ഡീസലിൽ ഡെയിലി യൂസിൽ നല്ല മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഇതാണോ മാരുതിന്റെ ഒരു വാഹനം ഡിസയർ. ഏകദേശം നമുക്ക് ലോങ് ഡ്രൈവിൽ 24-25 തന്നെ നമുക്ക് മര്യാദക്ക് നമുക്ക് കറക്റ്റ് 40-50 പിടിച്ചു കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ? 2018 മോഡൽ ZDI സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 5,80,000 കൊടുക്കാം. 5,80,000 ഡീസൽ വണ്ടി. ഡീസലാണ് സാധാരണ നമുക്ക് കമ്പനി പോയാലും കിട്ടൂല, കാരണം നമുക്ക് പ്രൊഡക്ഷൻ തന്നെ ഇല്ല. 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 4 ഫുൾ കട്ട ടയേഴ്സ് ഒക്കെ വരുന്ന വണ്ടി. കിലോമീറ്റർ 1,10,1,16 സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? 5,80,000. 5,80,000 നമുക്ക് വണ്ടി ഇറക്കാം. ഇതാണ് ചെറുവാഹനങ്ങൾ, അത്യാവശ്യം നല്ല വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടാണ്ട്. അടുത്ത ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഡെയിലി യൂസിന് ഇതേപോലെ തന്നെ നമുക്ക് 24 കൺഫേം ആയിട്ട് മൈലേജ് കിട്ടുന്നതും ലോ മെയിൻസ് ഒക്കെ വരുന്ന ഹോണ്ടന്റെ ഒരു കിടിലൻ ഐറ്റാണ് അമേസ്. അതും നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു മോഡലാണ്. ഡീസൽ മാനുവലാണ്. 20-22 മൈലേജ് നമുക്ക് കൺഫേം ആയിട്ട് പറയാം അല്ല. 24 ലോങ് ഡ്രൈവില് അതിന്റെ മുകൾക്ക് തന്നെ കിട്ടുന്ന അടിച്ചവള് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പുത്തൻ ടയർ. ഒന്നും ചെയ്യിക്കാനില്ല, നേരെ ഡീസൽ അടിച്ച് അങ്ങ് പോയാൽ മതി. അത്രയും വന്നിട്ടുള്ള വണ്ടി പോളീസോ ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഒരു പുതിയ വാഹനത്തിന് കുട്ടപ്പനാക്കിയിട്ട് തരും. കിലോമീറ്റർ എത്രയായിരുന്നു? 1,00,000 കിലോമീറ്റർ. 1,00,000. ഇതൊക്കെ നമുക്ക് ടയോട്ടന്റെ മാതിരിയാണ്. കറക്റ്റ് സർവീസ് ചെയ്താൽ ടൈം ചെയിൻ വരെ മാറ്റേണ്ട ആവശ്യം വരില്ല അല്ലെ? അത്രയും പക്കായിട്ട് നമുക്ക് കറക്റ്റ് സർവീസ് ചെയ്ത് പോയാൽ ഒന്നും വരാത്ത നല്ല അടിപൊളി വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 5,95,000. ഏകദേശം ഒരു 20-30 കൊടുക്കണമെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത നമുക്കൊരു VXI ഓപ്ഷനിൽ ഒരു സെലേറിയോ ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്രാ കംഫർട്ടും അത്യാവശ്യം മൈലേജും ലോ മെയിൻസ് ഒക്കെ നോക്കുന്ന ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് സെലേറിയോ വേണ്ടവർക്ക് നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ ചെറിയൊരു വണ്ടി ഉണ്ട്. ഇത് സിൽവർ ഫിനിഷിങ്. ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 2014 മോഡൽ VXI ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ 99,000 കിലോമീറ്റർ. എത്ര പൈസ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 2,80,000. 2,80,000 ചെറിയൊരു പ്രൈസിനും ഉണ്ടാവും. ചെറിയ പ്രൈസ് ഏകദേശം 2,60 വരെ ഫിനാൻസിങ് 10 രൂപ വണ്ടി സുഖമായിട്ട്. അപ്പൊ 800 നമുക്ക് അത്യാവശ്യം ഉണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് 2 പരിചയപ്പെട്ടിരുന്നു. അപ്പൊ ഇതിലും നമുക്കൊരു വൈറ്റ് ഫിനിഷിംഗ് ഉണ്ട്. ഇത് ഏതായിരുന്നു മോഡൽ? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ, LXI ആണ്. 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ അത്യാവശ്യം മൈലേജും കിട്ടും. BS6 വേരിയന്റ് ആണ്. കിലോമീറ്റർ എത്ര പറഞ്ഞേ? ഇത് 70,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ്. എത്ര ചോദിക്കുന്നത് നമ്മൾ? നമുക്ക് 2,95,000. ഏകദേശം നമുക്ക് എത്ര രൂപ? 2,65,000 ആ റേഞ്ചൊക്കെ ഫിനാൻസ്. 20 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം കേട്ടോ. അടുത്ത തവണ വീണ്ടും നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ ഒരു സാധാരണക്കാരന് പറ്റുന്ന ഒരു വണ്ടിയാണ് റെഡിഗോ.
ഏകദേശം 18-20 മൈലേജും കിട്ടും. ഒതുങ്ങിയ ഒരു വണ്ടിയാണ്. നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. നിസാന്റെ സബ് ബ്രാൻഡാണ് ഡാറ്റ്സൺ. എങ്ങനെയായിരുന്നു മോഡൽ? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ. ഓക്കെ. സെക്കൻഡ് ഓണർ ആണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 62,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 1,85,000 രൂപ കൊടുക്കും. 1,85,000 ഫുൾ ലോൺ കൊടുക്കാം. മോഡലൊക്കെ നോക്കി നല്ല മോഡൽ 5 റുപ്യേന്റെ താഴെ ഒരു 3 ആ റേഞ്ചിലൊക്കെ ഇത് വരുള്ളൂ അല്ലേ? അപ്പൊ ഒരു ബൈക്കിന്റെ EMI നമുക്ക് വണ്ടി ഉണ്ടാകാം. അത് നമുക്ക് 10 ഫുൾ ലോണും ചെയ്യാം, ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കും ചെയ്യാം. അടുത്ത നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ഡീസൽ സ്വിഫ്റ്റ് ആണ്. കാരണം നമുക്കൊരു 18-20 മൈലേജും കിട്ടും. വൈറ്റ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2011 മോഡൽ 12 രജിസ്ട്രേഷൻ വരുന്നത്. 11 മോഡൽ 12 രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു? ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? 1,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദിക്കുന്നത് നമ്മൾ? 2,70,000 രൂപ കൊടുക്കാം. 2,70,000 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് വെറും 2,70,000 രൂപയ്ക്ക് ന്യൂ ഫേസിലൊക്കെ വരുന്ന ഒരു സ്വിഫ്റ്റ് ഉണ്ടാകാം. അത് നമുക്ക് ലോണൊക്കെ 10 ലോൺ നോക്കാം, കസ്റ്റമർക്ക് അനുസരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ. അടുത്തതാണ് നമുക്ക് ഒരു ഇയോൺ ആണ്. ഇയോണും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 പരിചയപ്പെട്ടിരുന്നു. ഇത് അതിൽ വൈറ്റ് ആയിരുന്നു, ഇതിൽ ബ്ലൂ ഫിനിഷിങ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2014 മോഡൽ, 14 ഓണർഷിപ്പ് ആണ്. 97,000 മാഗ്നയാണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ വരുന്നത്. ടോപ്പ് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, കമ്പനി ഇൻബിൽഡിന് സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലേ? എത്ര കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 97,000 കിലോമീറ്റർ. എത്ര ചോദിക്കും നമ്മളിതിന്? ഇത് നമുക്ക് 1,90,000 കൊടുക്കും. 1,90,000 നമുക്ക് ചെയ്യാം. മാക്സിമം ഫുൾ ഓൺ അങ്ങനെ ചെയ്യാം. ഫുൾ ഓൺ ഏതായാലും 10 രൂപ കൊടുക്കും. എന്തെങ്കിലും സുഖമായിട്ട് നമുക്ക് വണ്ടി ചെയ്യാം. അടുത്ത നമുക്കൊരു കിടില SUV ആണ് ഡസ്റ്റർ. ഡസ്റ്റർ ആണ് ശരിക്കും നമുക്കൊരു SUV ഇന്ത്യയിൽ വന്നതില്ല. അതും ഡീസൽ വണ്ടിയാണ്. ഇത് 85 ആണ് വരുന്നത്. 85 ആണ്. നല്ല മൈലേജും നല്ല പെർഫോമൻസും മെയിൻ്റെനൻസും നമുക്ക് പൊതുവെ കുറവും വരുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ 14 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ. നല്ല നീറ്റ് ആണ്, നല്ല ക്ലീൻ വണ്ടി, നല്ല അടിപൊളി ഓഫർ പ്രൈസിൽ 2,90,000 രൂപ കൊടുക്കാം. ഇതാണ് നമുക്ക് ഓൾട്ടോന്റെ പ്രൈസിലാണ് ഡീസൽ സ്വിഫ്റ്റ്. അതും സോറി ഡീസൽ ഡസ്റ്റർ 85 വണ്ടിയാണ്. അത് നമുക്ക് ഫുൾ ഓണും ചെയ്യാം. അതെ, ഫുൾ ഓൺ ചെയ്യാം. അടുത്തൊരു പിന്നെ ഒരു നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനമാണ്. പെർഫോമൻസും 1.5 നല്ല പെർഫോമൻസും മൈലേജും ഒരു സെഡാന്റെ സൗകര്യമൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് ജാസ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ. സോ നമുക്ക് മെയിൻ്റെനൻസ് 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ CNG ഒക്കെ കയറ്റിയാണ് കൊണ്ടെടുക്കണമെങ്കിൽ നല്ല അടിപൊളി വണ്ടിയാണ് അല്ലേ? ഇതൊന്നും നമ്മൾ ഓഫർ പ്രൈസിൽ 3,95,000 രൂപ. 3,95. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അടുത്ത നമുക്കൊരു ബീറ്റ് ആണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ബീറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസിന് 25-ന് മുകളിൽ കമ്പനി മൈലേജ് പറയുന്നുണ്ട്. അപ്പൊ നല്ല മൈലേജ് കിട്ടുന്ന ചെറിയൊരു വാഹനമാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2013 മോഡൽ വരുന്നത്. 1,30 ഓടിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ മൈലേജ് നോക്കിയാണ്ട് ഒരു ചെറുവാഹനം ചെറിയ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഒരു പെട്രോൾ വണ്ടിന്റെ പൈസ 75,000 രൂപ കൊടുക്കാം. 75,000 രൂപയ്ക്ക് ഡീസൽ 55 രൂപ ആ റേഞ്ചിൽ പൊളിച്ചാൽ കൊടുത്താൽ കിട്ടും. അപ്പൊ 75 ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ഡീസൽ ബീറ്റ് ആണ്. അത് 25 വരെ കമ്പനി മൈലേജ് പറയുന്നു. 25-ന് മുകളിൽ മൈലേജ് പറയുന്നു. അടുത്ത് വീണ്ടും നമുക്ക് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഒക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, ബലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഫസ്റ്റത്തെ ഒരു സ്വിഫ്റ്റ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2021 മോഡലുണ്ട്. സിംഗിൾ ഓണർ ആണ്. 85,000 ഓടി വണ്ടി. 85,000 സിംഗിൾ ഓണർ ഓടിയിട്ടുള്ളൂ. അത് നോക്കി നിങ്ങൾ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അതേപോലെ തന്നെ റിയറിലൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു നമുക്ക്? 5,80,000 രൂപ കൊടുക്കും. 5,80,000 കൊടുക്കും. ഏകദേശം ഒരു 20 രൂപ കൊടുക്കണമെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം കേട്ടോ. അതേപോലെ നമുക്ക് ഇതാവണു ഇനി ഒരു SUV ടൈപ്പ് വാഹനം. അത് ഡീസൽ 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് തന്നെ നമുക്ക് വാഹനം ഇറക്കാൻ പറ്റും. നമുക്ക് 2,75,000 രൂപ കൊടുക്കാം ഓഫർ പ്രൈസിൽ. ഡീസൽ വണ്ടിയാണ്. 2016 ഡീസൽ വണ്ടിയാണ്. ചെറിയൊരു പ്രൈസിന് നമുക്ക് ഫുൾ ഓണും കൊടുക്കാം. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 18-20 മൈലേജും കിട്ടും. ഒരു SUV ടൈപ്പും ആണ്. 6 പേർക്ക് ഫുൾ ഓൺ അല്ലേ? അടുത്ത നമുക്കൊരു ടയോട്ടന്റെ ഒരു കൊറോള ഓൾട്ടിസ്. അതും ബ്ലാക്ക് വണ്ടിയാണ്. നല്ല അടിപൊളി വാഹനം. 2015 മോഡൽ ഡീസൽ 1,27 ഓടിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് ആണ് 10 ലക്ഷം കിലോമീറ്റർ ഒരു സുഖസുന്ദരമായിട്ട് ഓടൂല. ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല മൈലേജും കിട്ടും. ഇത്ര വലിയ വാഹനമാണെങ്കിലും 18-20 മൈലേജും കിട്ടും. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 6,40,000 രൂപ. 6,40,000 അല്ലേ? അടുത്തൊരു ബലേനയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2019 മോഡൽ. സെക്കൻഡ് ഓണർ ആണ്. 72,000 കിലോമീറ്റർ ഓടി. ഓക്കെ.
കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല നിലവിൽ. നമുക്ക് 5,45,000 റുപ്യ കൊടുക്കാം, ഏകദേശം ഫുൾ ഓണും കൊടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ധൈര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. പുതിയ ടയറുകളെ എല്ലാം ഉണ്ട്, ഒന്നും ചെയ്യിക്കാനുമില്ല, മെയിൻ്റനൻസ്. നല്ലൊരു ഫാമിലിക്ക് ശരിക്കും നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതും ക്വാളിറ്റി ഉള്ള വണ്ടി, മോഡലും ഉണ്ട്, ഫുൾ ഓണും ചെയ്യാം അല്ലേ. അടുത്ത് വീണ്ടും ചെറിയൊരു ബഡ്ജറ്റിൽ 7 സീറ്റർ ഡാറ്റ്സിന്റെ ഗോ പ്ലസ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2015 മോഡല്, 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട്. ഓക്കെ. ഇത് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയൊരു പൈസക്ക് വലിയൊരു വണ്ടി. എത്ര ചോദിക്കും നമ്മളിതിന്? നമ്മള് 1,95 കൊടുക്കാം. 1,95 കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിസാന്റെ സെയിം കമ്പനി തന്നെയാണ് വരുന്നത് ഡാറ്റ്സിന്. ഫ്രണ്ട്സ്, ഇതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഫുള്ള് ചെയ്തത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാഹനങ്ങൾ എടുക്കുന്നവർക്കാണെങ്കിലും അതേപോലെ തന്നെ ഫുൾ ഓണിലൊക്കെ നോക്കുന്ന ചെറിയ ബഡ്ജറ്റിലും ബൈക്കിൻ്റെ EMIയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒത്തിരി നല്ല വാഹനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ അരിപ്ര സ്കൂൾ പടിയാണ് ദോസ്ത് യൂസർ കാസ്. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ നമുക്ക് ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ വരെ ഡെയിലി അപ്ഡേഷനൊക്കെ അറിയാൻ വേണ്ടി ദോസ്തിൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതും നമ്മളെ പേജൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതിന് വേണ്ടി കാണാം. റിയാസ് ആൻഡ് അഷ്റഫ് സൈനിങ് ഓഫ്.